ഹായ്, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചായക്ക് ഞാൻ കൽത്തപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോയും കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിക്കവാറും എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 മണിക്കൂർ പച്ചരി കുതിർത്ത് വെച്ചിട്ട് അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ഏലക്കായ, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് തേങ്ങ, കുറച്ച് ഒരു തവി ചോറ്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അനുസരിച്ച് വെള്ളവും കൂടെയും ചേർത്തിട്ട്, ഒത്തിരി തിക്കായി പോരുത്, നമുക്ക് ശർക്കരയും കൂടെയും ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്ന് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ശർക്കരപ്പാനി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടെയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടെയും ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. തേങ്ങാക്കൊത്തും സവാളയും ചേർത്താണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. ഇതും കൂടെയും ചേർത്താലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതൊരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും കൂടെയും ചേർത്ത് ഇതുപോലെ തന്നെ ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ സോട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതും മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാൻ. നല്ല ചൂടുണ്ടായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് പകുതി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും തേങ്ങാക്കൊത്ത് വറുത്തതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് വിസിലിടേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക. ഒഴിച്ച ഉടനെ ഹൈ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് മൂടി അടച്ചതിന് ശേഷം കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആവി വരും. ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ വിസിലിട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം തുറന്നെടുക്കുക. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. ഈ സമയത്ത് നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ കുക്കറിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരും. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് അരിപ്പൊടി കൊണ്ടും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തേക്കാം. നമ്മളിവിടെയൊക്കെ ഈ ഒരു ഡിഷ് വളരെ റെയറായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി, എളുപ്പമാണ് റെഡിയാക്കി എടുക്കാനും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.